أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر. നമസ്കാരം ആരംഭിക്കുന്നതാണ്. പുറത്തു നിൽക്കുന്നവരെല്ലാവരും മുസല്ലയിലേക്ക് വരാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു وبحمده بكرة وأصيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر ولله الحمد. بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് സുബഹിക്ക് ശേഷം നാം ഇവിടെ ബോധപൂർവം മുസ്ലിമീങ്ങളെ പ്രകോപിതരാക്കുകയാണ് എന്ന സ്വാഭാവികമായി തോന്നും വിധമുള്ള പ്രവർത്തനങ്ങളിൽ ഭരണകൂടം പോലും നിലകൊള്ളുന്നു എന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്. രാജ്യത്ത് നടന്ന അപകടങ്ങൾ അത് മുസ്ലിമീങ്ങൾ നടത്തുന്നതാണ് എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ആയിരക്കണക്കിന് മീഡിയകളിലൂടെ തുറന്നു വെച്ച് അവിടെ ഇസ്ലാമിന്റെ വേഷത്തെ പരിഹസിക്കുകയാണ്, ഇസ്ലാമിന്റെ മുസ്ലിം പെണ്ണിന്റെ വസ്ത്രത്തെ അടിമയുടെ വസ്ത്രമായി ചിത്രീകരിക്കുകയാണ്. അതിലെ കവിതകളിലൂടെ, എഴുത്തുകളിലൂടെ ഇസ്ലാമിന്റെ വേഷത്തെയും ഇസ്ലാമിന്റെ രൂപത്തെയും വിമർശിച്ച് നിങ്ങൾ
ഭീകരവാദികളാണ് എന്ന് നമുക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അഭിമാനം കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. ആ വസ്ത്രത്തിൽ, ആ രൂപത്തിൽ, ആദർശത്തിൽ അഭിമാനം കൊള്ളുവാൻ നമുക്ക് കഴിയണം. നഹ്നു ഖൗമുൻ അസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഞങ്ങളൊരു ജനതയാണ് ഇസ്ലാമിന്റെ വേഷത്തിൽ, ഇസ്ലാമിന്റെ ആദർശത്തിൽ, ഇസ്ലാമിന്റെ രൂപത്തിൽ അഭിമാനം കൊള്ളുവാൻ, അങ്ങനെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേസമയം നിരന്തരം ഇത്തരം പ്രവണതകൾ നടക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ, വികാരങ്ങൾക്ക് അടിമപ്പെടാതെ നേരിട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് മാതൃകയുണ്ട്. വീടും നാടും നാട്ടുകാരും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ ആ മഹാനായ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പകച്ചു പോയിരുന്നില്ല. എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, നമുക്കറിയാം മക്കയിൽ കഅബയിൽ ജാഹിലിയത്തിന്റെ ആളുകൾ നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു സന്ദർഭത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആളുകളെ ചിന്തിപ്പിക്കുകയാണ്. അവിടെയുള്ള ബിംബങ്ങളെ തച്ചുടയ്ക്കുകയാണ്. തച്ചുടച്ച് അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള പ്രമാണികളായ ആളുകൾ വന്ന് ചോദിക്കുകയാണ്, ആരാണ് ഇതിനെ തകർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട്, ഈ ചെറിയ ബിംബങ്ങളെ തകർത്തത് ആരാണ് എന്ന് നിങ്ങളുടെ വലിയ ദൈവങ്ങളോട് ചോദിക്കൂ, വലിയ ബിംബങ്ങളായ ദൈവങ്ങളോട് ചോദിക്കൂ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുകയാണ്. ഒരു നിമിഷം മിണ്ടാതിരിക്കുകയാണ്. അവിടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അവിടെയുള്ള നമ്രൂദും സമൂഹവും ചേർന്ന് ഒരു കൂട്ടർ ചേർന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുവാൻ വേണ്ടി കടന്നു വരികയാണ്. അതെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അദ്ദേഹം വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എനിക്കെന്റെ റബ്ബ് മതി എന്ന പ്രതീക്ഷയുടെ, ആശങ്കയില്ലാത്ത പ്രതീക്ഷയുടെ വാചകങ്ങൾ അദ്ദേഹം നമുക്ക് നൽകുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകമാണ് വ നിഅമൽ വക്കീൽ, അവൻ വരമേൽപ്പിക്കുവാൻ എത്ര നല്ലവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിൽ വരമേൽപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയപ്പോഴും തന്റെ റബ്ബിലുള്ള പ്രതീക്ഷ അദ്ദേഹം കൈവിട്ടിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, നിശ്ചയമായും ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ്, അവൻ എനിക്ക് മാർഗദർശനം നൽകിക്കൊള്ളുമെന്ന് അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അചഞ്ചലമായ, കറകളഞ്ഞ തൗഹീദിന്റെ പ്രഖ്യാപനമായിരുന്നു അവിടെ നിന്നുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രയാസഘട്ടങ്ങളിലും രക്ഷയ്ക്കെത്തുവാൻ അല്ലാഹു മാത്രമാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജീവിതം മുഴുവനും തൗഹീദിനാൽ പ്രകാശിതമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിന്റെ ഒരു വേളയിലും അല്ലാഹു അല്ലാത്തവരിലേക്ക് കാര്യങ്ങൾ തിരിക്കാൻ അവിടെ നിന്ന് മുതിർന്നിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്നും പ്രതിസന്ധികളിൽ തണലാകുന്നത് മഹാന്മാർ മാത്രമാണ് എന്നും പ്രചരിപ്പിക്കുന്ന മുസ്ലിം പുരോഹിതർ പാവപ്പെട്ട ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഈ കാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൗഹീദ് മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആരാണ് റബ്ബ് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. അതെ, നമ്മെ സൃഷ്ടിച്ച റബ്ബ്, നമുക്ക് ഈ കിലോമീറ്ററുകളോളം ദൂരമുള്ള തലച്ചോറ് നൽകിയ റബ്ബ്, ആ റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ്. ആ റബ്ബാണ് നമുക്ക് നേർവഴി നൽകിയത്, നേർമാർഗം കാണിച്ചു തന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്. ആ റബ്ബിനെ ആരാധിക്കുവാനാണ് നമ്മെ ഈ ഭൂമി ലോകത്തിലേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. തീർച്ചയായും മനുഷ്യൻ കളിമണ്ണിന്റെ സത്തിൽ നിന്നും നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള പറയുകയാണ്. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. പിന്നീട് ഒരു ബീജമായി കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാം ഒന്നുമല്ലായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും നാം വളർന്നു വരികയാണ്. പിന്നെ പിതാവിന്റെ ശരീരത്തിലെ കോടിക്കണക്കിന് ബീജങ്ങളിലൊന്നും മാതാവിന്റെ ശരീരത്തിലെ അണ്ടങ്ങളിലൊന്നുമായി തികച്ചും 2 ഭാഗങ്ങളായി തീർന്നു നാം. മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് ബീജവും അണ്ടവും ചേർന്ന് സിദ്ധാന്തമായി അത് വളർന്ന് മൃദുലമായ ഒരു മാംസപിണ്ഡമായി, പിന്നീട് ഈ മാംസപിണ്ഡത്തിനകത്ത് അസ്ഥികൂടം രൂപപ്പെട്ടു. ആ അസ്ഥികൾ പേശികളാൽ രൂപപ്പെട്ട് കണ്ണും കാതും കൈകളും എല്ലാം ഉണ്ടായി.
ഒരു ദിവസം ഈ ഭൂമിയിലേക്ക് വന്നവരാണ് നാം എല്ലാവരും. എന്തിനു വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത്? ഇവയെല്ലാം നമുക്ക് നൽകിയിട്ട് പടച്ച റബ്ബ് നമ്മോട് ചോദിക്കുന്ന ഒരേ ഒരു അപേക്ഷ, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത്. അല്ലാഹ് പറയുകയാണോ, നിങ്ങളോട് നാം കൽപ്പിച്ചിട്ടുള്ളത് എന്നെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. എന്നെ ആരാധിക്കാനല്ലാതെ നിങ്ങളോട് നാം കൽപ്പിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. അതെ, സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട്. എന്തിനാണോ നമ്മെ സൃഷ്ടിച്ചത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്താണ് അല്ലാഹു പറയുന്നത്? നിങ്ങൾക്ക് നാം മരണവും ജീവിതവും നൽകിയത് നിങ്ങൾ ആരാണ് ഏറ്റവും ഉത്തമമായി പ്രവർത്തിക്കുന്നത് എന്ന്, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതിനെ തുടർന്നുള്ള വചനം വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. അതെ, നമുക്ക് രോഗം വന്നപ്പോൾ രോഗം മാറ്റി തന്നവൻ റബ്ബാണ്. രോഗം വന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നപ്പോൾ മാറാ രോഗങ്ങൾ നമ്മെ പിടിപെട്ടപ്പോൾ അതെ നമുക്കത് ശമിപ്പിച്ചു തന്നവൻ റബ്ബാണ്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്തവൻ അവനാണ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. അതെ, പാപങ്ങൾ പുറത്തു നൽകുകയും ചെയ്തവനായ യഥാർത്ഥ ആരാധ്യൻ, അവനെ ആരാധിക്കുവാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അത് അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. ബുദ്ധി നശിക്കുകയോ തിന്നുകയും കുടിക്കുകയും ചെയ്യുകയോ ഭൂമിയിൽ ജീവിച്ചു മരിക്കുകയോ ചെയ്തവർ ആരാധനക്കർഹരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജാറങ്ങളിലോ മറ്റോ പോയി അത്തരം ആർക്കെങ്കിലും ആരാധനയുടെ ഏതെങ്കിലും ഒരു അംശം അർപ്പിക്കുകയോ ലോകം നിയന്ത്രിക്കുന്നത് റബ്ബല്ല എന്ന് പറയുകയും ലോകം നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും ഔലിയാക്കളാണ് അമ്പിയാക്കളാണ് എന്ന് പറയുകയും ചെയ്യുന്നവർ അവർ മനസ്സിലാക്കേണ്ടത് ശാശ്വതമായ നരകം അവരെ കാത്തിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു النار വമാ ലിൽസാലിമീന മിൻ അൻസാർ. അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ് എങ്കിൽ, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെക്കുകയാണ് എങ്കിൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. വമഅവാഹു النار, അവന്റെ സങ്കേതം നരകാഗ്നിയാണ് എന്ന് അല്ലാഹു പറയുകയാണ്. ആരാണതോ ളാലിമീങ്ങൾക്ക് സഹായിയായുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഭീതി തുറന്ന ലോകത്ത് ഏത് കാലത്തും യഥാർത്ഥ നിർഭയത്വം ലഭിക്കുന്നത് അല്ലാഹുവിനെ മുറുകെ പിടിക്കുകയും അവനിലേക്ക് മടങ്ങുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എന്ന് ഇബ്രാഹിം നബിയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിത മാർഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ദിനത്തിൽ നമ്മൾ മുഴക്കുന്ന തക്ബീറിൽ ഹജ്ജിൽ ഉയർത്തുന്ന തൽബിയത്തും അല്ലാഹു മാത്രമാണ് വലിയവൻ, അവനാണ് അഭയം നൽകുന്നവൻ എന്ന് മനസ്സിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, റബ്ബാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലാ അൻത, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹപ്പെട്ടവൻ മറ്റാരും തന്നെ ഇല്ല എന്ന് നമ്മളിവിടെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സർവസ്തുതിയും അവന് മാത്രമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബം ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ശിഥിലമാകുന്ന കുടുംബമാണ്. കുടുംബ ജീവിതത്തിന് വില കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലാണ്, ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, 4 മതിലുകൾ ചുറ്റിനുള്ളിൽ ഇന്ന് കുടുംബം ഒതുങ്ങി ചേരുകയാണ്. മക്കൾ ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അശ്ലീലതകൾ കടിമപ്പെടുന്ന മക്കളെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വൃത്തികേടുകൾ കടിമപ്പെടുന്ന ആളുകൾ,
അതിനുവേണ്ടി ലൈക്കടിക്കുന്ന ഇൻഷയിലും മറ്റുമെല്ലാം വൃത്തികേടുകൾക്ക് ലൈക്കടിക്കുന്ന സമൂഹത്തെയാണ്, യുവതലമുറയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നിവാസം ചെയ്യുന്നവർക്കും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കൗമാരവും യുവത്വവുമാണ് ഇന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കളെ ചേർത്ത് പിടിക്കുവാൻ, അവരോടൊപ്പം ഇരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അവരുമായി സമയം കണ്ടെത്തേണ്ടതുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയയിലെ ഉപയോഗങ്ങൾ നമ്മൾ കൂടി അറിയേണ്ടതുണ്ട്. എന്താണ് അവർ ഉപയോഗിക്കുന്നത് എന്ന്. ഇല്ല എങ്കിൽ ഖേദിക്കേണ്ടി വരുമെന്ന് പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബിയും നമുക്ക് ഉത്തമമായ ഉദാത്തമായ മാതൃകയാണ് കാട്ടിത്തരുന്നത്. മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക എന്നതാണ് മക്കൾ നന്നാകാനുള്ള ഒന്നാമത്തെ വഴിയെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം നിരന്തരമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, എന്റെ റബ്ബേ, എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ അല്ലാഹ്, എന്റെ സന്തതികളിലും നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബേ, ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന്. സഹോദരന്മാരെ, വളരെ ചിന്തിപ്പിക്കുന്ന വാചകങ്ങളാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുവാൻ നമുക്ക് കഴിയണം. ആരാധനകളിൽ അവരെ കൂട്ടുപിടിക്കുവാൻ നമുക്ക് കഴിയണം. ഇസ്മായിൽ നബി ഈ കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ആരാധനയിൽ നമസ്കരിക്കുവാൻ വരുമ്പോൾ നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ, മറ്റ് കർമ്മങ്ങളിലൊക്കെ മക്കളെ കൂടി നമുക്ക് കൂട്ടുപിടിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. മതവിഷയങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യാൻ മക്കളെ പ്രേരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ വിപരീത ഫലമാണ് നാം സൃഷ്ടിക്കുക എന്ന് ഓർക്കേണ്ടതുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അസഭ്യം പുലമ്പുന്ന സെലിബ്രിറ്റികൾ ഉണ്ടായതിന്റെ കാരണങ്ങളിൽ ഒന്ന് തെറ്റായ പാരന്റിംഗ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കളെ ശരിയായ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനൊന്നാമതായി നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വിഷയം മാതാവും പിതാവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനേറ്റവും പ്രധാനം അവർ നല്ല മതബോധമുള്ളവരാവുക എന്നതാണ്. മതബോധമുള്ള മക്കളായി വളർത്തുവാൻ നമുക്ക് സാധിക്കണം. ചെറുപ്പം മുതൽ തന്നെ മക്കളെ മതബോധമുള്ളവരാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ ഭാര്യമാരായ ഹാജറയും സാറയും തുടങ്ങി ആ കുടുംബത്തിലെ ഓരോരുത്തരും ഈ വിഷയത്തിൽ നമുക്ക് വലിയ മാതൃകകളാണ്. സമകാലിക ലോകത്ത് വിശ്വാസി അഭിമുഖീകരിക്കുന്ന കുടുംബ വിഷയങ്ങൾ, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, സൗകര്യങ്ങൾ, അവയിലൂടെയെല്ലാം അവയുടെ തീവ്രതയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കടന്നുപോയിട്ടുണ്ട് എന്ന് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് പ്രയാസമാണോ ഇവിടെ അനുഭവിക്കുന്നത് എന്നിട്ട് നമ്മൾ പറയുന്നത് വളരെയധികം പ്രയാസങ്ങളാണ് എന്ന്. അതിലേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് മുൻകാല പ്രവാചകന്മാർ, സഹാബാക്കൾ, താബിഈങ്ങൾ, തബഅത്താബിഈങ്ങൾ കടന്നുപോയിട്ടുള്ളത് എന്ന് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവയെ അതിജയിക്കേണ്ട വഴികൾ സന്ദേഹമില്ലാതെ ആ മഹാനായ പ്രവാചകൻ നമ്മെ വരച്ചു കാണിക്കുകയാണ്. അവയെ അനന്തരമെടുക്കാനാണ് ഹജ്ജും പെരുന്നാളും നമ്മിലേക്ക് കടന്നു വരുന്നത്. പെണ്ണിനും ആടിനും കൂട്ടുകുടുംബങ്ങൾക്കും സുരക്ഷയില്ലാത്ത വിധം സാമൂഹിക ചുറ്റുപാടുകൾ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. അതെ, ആണും പെണ്ണും, ആണും തമ്മിലുള്ള ബന്ധങ്ങൾ, പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങനെയുള്ള നീചവൃത്തികൾ നടക്കുന്ന ഈ സമൂഹത്തിലേക്ക് യഥാർത്ഥ മാർഗം കാട്ടിക്കൊടുക്കുവാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉത്തമ സമുദായങ്ങൾക്ക് ഇവിടെ ഭാരിച്ച ഉത്തരവാദിത്തമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് സമുദായത്തിന് ചീത്തപ്പേര് വരാത്ത വിധം മതത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ ഉറപ്പുവരുത്താനെങ്കിലും ഓരോരുത്തർക്കും കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രമാണങ്ങളിലൂടെ നാം ഉൾക്കൊള്ളുന്ന മൂല്യബോധം അത് നിമിത്തമായി അള്ളാഹുവിലേക്ക് അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രമാണങ്ങളിലൂടെ നാം ഉൾക്കൊള്ളുന്ന മൂല്യബോധങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ, അത് ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ സന്തോഷത്തിന്റെ, ഈ ആഹ്ലാദത്തിന്റെ സുദിനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ആഘോഷം എന്ന് പറയുന്നത് അത്
അമിതമാകുവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമികപരമായി പെരുന്നാൾ ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച നിലയ്ക്ക് പെരുന്നാളിനെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ദിനത്തിൽ സുന്നത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. ഈ ദിനത്തിൽ ദാനധർമ്മങ്ങൾ അതേറെ ശ്രേഷ്ഠകരമാണ് എന്ന് സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ദിനത്തിൽ പരസ്പരം നമ്മൾ സഹായിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ പ്രത്യേകം സ്വതക്കയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ രംഗത്തെല്ലാം നമുക്ക് വളരെ നല്ല രൂപത്തിൽ ഈ ഒരു ദിനത്തിൽ സ്വതക്ക നൽകുവാൻ നമുക്ക് സാധിക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും സമ്മാനങ്ങൾ നൽകി സ്നേഹം ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ശത്രുതയില്ലാതെ കുടുംബ ബന്ധങ്ങളെ ചേർക്കുവാൻ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഇവിടെ ഈദ് ഗാഹിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എങ്കിൽ തിരികെ പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പോയി പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കണം. ആ വഴിയിലൂടെ പോകുമ്പോൾ അവിടെയുള്ള രോഗികളെ നമ്മളൊന്ന് സന്ദർശിക്കുക, അവിടെയുള്ള കുടുംബക്കാരെ നമ്മളൊന്ന് സന്ദർശിക്കുക, അവരുമായി ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. ആരെങ്കിലും പിണങ്ങി നടക്കുന്നുണ്ട് എങ്കിൽ സഹോദരന്മാരെ, നമുക്കൊന്നും നേടിയെടുക്കുവാനില്ല. നാളെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാചകമുണ്ട്, നാളെ വരുമോ അള്ളാഹുവിന്റെ മുന്നിൽ വരും, വന്നിട്ട് റബ്ബിനോട് പറയും, നിനക്ക് നാം, റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് നാം ആയുസ് നൽകിയില്ലേ? നീ അവിടെ തെമ്മാടിത്തരങ്ങൾ കാണിച്ച് മറ്റുള്ളവരുമായി പിണങ്ങി നടന്ന് കുടുംബ ബന്ധങ്ങളില്ലാതെ നീ തെമ്മാടിയായി തോന്നിവാസിയായി ജീവിച്ചില്ലേ എന്ന് റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അന്ന് മനുഷ്യൻ ഖേദിച്ചുകൊണ്ട് കരയും, കരഞ്ഞു വിളിച്ചുകൊണ്ട് പറയും, റബ്ബേ എന്നെ ഒന്ന് പുറത്താക്കി തരണമേ അല്ലാ, അല്ലാഹുവേ എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ അല്ലാ, ഈ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണമേ എന്ന് ഖേദിച്ച് കരയുന്ന ഒരു രംഗം നമുക്ക് വരാനുണ്ട്. അന്നേ ദിവസം മനുഷ്യൻ കരയുമോ? അന്ന് കരയുമ്പോൾ റബ്ബ് പറയുന്ന ഒരു വാചകമുണ്ട്, നീ ആസ്വദിച്ചു കൊള്ളുക, നിനക്ക് ഞാൻ ഉറ്റാലോചിക്കുവാൻ അത്രമാത്രം സമയം നിനക്ക് നൽകി, നിന്നിലേക്ക് പ്രബോധകന്മാർ വന്നു, നീ ആലോചിച്ചില്ല, നീ സമയത്തെ നഷ്ടപ്പെടുത്തിയത്. നിനക്ക് ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കാൻ പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം സഹോദരന്മാരെ, അത് നമ്മൾ പാരായണം ചെയ്ത് ഇങ്ങനെ പോവുകയല്ല, അതിന്റെ ആശയങ്ങളെ ചിന്തകളിലേക്ക് നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിനക്ക് രക്ഷിക്കാൻ, നിന്നെ രക്ഷിക്കുവാൻ ആരും തന്നെയില്ല എന്ന് റബ്ബ് പറയുകയാണ്. നീ അവിടെ ആസ്വദിച്ചുകൊള്ളൂ, നരകത്തിന്റെ തീയിൽ നീ ആസ്വദിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു രംഗം നമുക്ക് വരുവാനുണ്ടോ? അതെ, അന്നേ ദിവസം നമുക്ക് വരാനുണ്ട് എന്നൊരു ചിന്തയോടുകൂടി മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഈ ഈദ് കഴിഞ്ഞ് മഹത്വമേറിയ അറഫാ നോമ്പ് പിടിച്ചതിന് ശേഷം ഈദിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെ, നമ്മുടെ കർമ്മങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കുടുംബ ബന്ധം എന്നുള്ളത്. മുറിച്ചവൻ അവൻ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഈദ് ദിനത്തിൽ പോലും പിണങ്ങി നടക്കുന്നവരുണ്ട് എങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, 3 ദിവസത്തിലധികം തന്റെ സഹോദരനോട് പിണങ്ങി നടക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാർ, പിന്നെ എന്ത് തൗഹീദ് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്? എത്രമാത്രം നമ്മൾ പഠിച്ചാലും, എത്രമാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പ്രഖ്യാപിച്ചാലും നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തിനെ പിൻപറ്റാതെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് എങ്കിൽ സഹോദരന്മാരെ, എന്ത് നേട്ടമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഈദ് കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുവാൻ, എന്തെങ്കിലും ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുന്നവരായിരിക്കും, ഏതെങ്കിലും വസ്തുവിന്റെ തർക്കങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുന്നവരായിരിക്കും. സഹോദരന്മാരെ, നാളെ റബ്ബിന്റെ കോടതിയിൽ വരും, എല്ലാവരും വരും. ആ വസ്തു തർക്കം നടത്തിയവരും എല്ലാവരും വരും. റബ്ബിന്റെ മുന്നിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ചെയ്ത കർമ്മങ്ങളായിരിക്കും, നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങളായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി ബന്ധം പുതുക്കുവാൻ നമുക്ക് കഴിയണം. പരസ്പരം കാണുമ്പോൾ സ്നേഹത്തോടെ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന ആശംസകൾ നൽകുവാൻ നമുക്ക് കഴിയണം. ഈ ഒരു സുദിനത്തിൽ നമ്മൾ മറക്കരുത് നമ്മുടെ സഹോദരന്മാരായ ഫലസ്തീനിലെ ജനങ്ങളെ പറ്റി.
നമ്മുടെ സഹോദരങ്ങളായ ചെറിയ മക്കൾ അവരുടെ ഉപ്പയുടെ മയ്യത്തിന്റെ അരികിൽ വന്ന് കരയുന്ന രംഗം നമ്മൾ കാണുകയാണ്. സ്വന്തം ഉമ്മയുടെ മയ്യത്തിന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരയുന്ന 4 വയസ്സുള്ള ചെറുമകനെ നമ്മൾ കാണുകയാണ്. അവിടെ ഗസയിൽ ഭക്ഷണം വാങ്ങി തിരികെ വരുമ്പോൾ ബോംബുകൾ തലയിലേക്ക് വീണ് മരണപ്പെടുന്ന അവസ്ഥകൾ നമ്മൾ കാണുകയാണ്. സഹോദരന്മാരെ, ആ ഒരു പ്രയാസം നമുക്കില്ല. അവരുടെ ഈമാൻ ഹസ്ബി അല്ലാഹ് എന്നവർ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈമാൻ പോലും നമുക്കില്ല എങ്കിൽ സഹോദരന്മാരെ, എന്ത് നേട്ടമാണ് നാം ഈ ഭൂമി ലോകത്തിലൂടെ ജീവിച്ചു പോയത് കൊണ്ട് നമുക്ക് ലഭിക്കുക എന്ന് ആത്മാർത്ഥമായി ഈ ഈദിന്റെ സുദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉയരേണ്ടതുണ്ട്. സഹോദരന്മാര്, രോഗികൾക്ക് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഏത് സമയത്തും നമ്മെ മരണം പിടികൂടുമല്ലോ. ഇന്നലെ ആലങ്കോട് പ്രദേശത്ത് ഒരു മരണം നടക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രബോധകനായിട്ടുള്ള ഏറ്റവും അടുത്തൊരു ബന്ധുവായിട്ടുള്ള അദ്ദേഹം ആലങ്കോട് വെച്ച് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെടുകയാണ്. സഹോദരന്മാരെ, വെമ്പായത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് മാസ ലീവിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്ന് പെരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടി നമ്മളെപ്പോലെ വീട്ടിലേക്ക് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ മരണപ്പെടുകയാണ്. സഹോദരന്മാരെ, ഏത് സമയത്തും നമ്മൾ മരണപ്പെടും. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. എവിടെയാണ് എന്ന് നമുക്കറിയുകയില്ല. ഈ ഈദ് കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ, ആരോടെങ്കിലും പിണങ്ങി നിൽക്കുമ്പോൾ, അവനുമായി ബന്ധം ചേർക്കാൻ പോകുമ്പോഴായിരിക്കും സഹോദരന്മാരെ ചിലപ്പോൾ നമുക്ക് മരണം പിടികൂടുക. അതുകൊണ്ട് അതിന് മുന്നോടിയായി വളരെ വേഗത്തിൽ തന്നെ ബന്ധങ്ങൾ പുതുക്കുവാൻ നമുക്ക് സാധിക്കണം. ആദർശ ബന്ധങ്ങൾ പുതുക്കുവാൻ നമുക്ക് കഴിയണം. സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കുവാൻ നമുക്ക് കഴിയണം. കുടുംബ ബന്ധങ്ങൾ പുതുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഈദിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ആരാധനകൾ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. മറ്റ് പടപ്പുകളോട് നമ്മുടെ ആരാധനയുടെ ഒരു അംശം പോലും മറ്റ് പടപ്പുകളിലേക്ക് പോകുവാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. റബ്ബിനെ ആരാധിച്ചുകൊണ്ട് തഖ്വയോട് കൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി പെരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഇവിടെ ഈദ് നടത്തുവാൻ ഇത്ര സമയം ഈ സ്ഥലം നമുക്ക് അനുവദിച്ചിരുന്ന ബഷീർ സാഹിബാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഈ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ നമുക്കൊരു സഹോദരനാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച സംഘാടക പ്രവർത്തകർ, അതുപോലെ തന്നെ അവർക്കൊക്കെ വേണ്ടി സഹായങ്ങൾ എത്തിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നു. അതുപോലെ ഇവിടെ ഇത് നടത്തിയതിന് സാമ്പത്തികമായി ചില ചെലവുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് അതിൽ ആത്മാർത്ഥമായി നിങ്ങളുടെ സഹകരണം ഉണ്ടാകുക. ഈ ഒരു ഈദ് ദിനത്തിൽ സദഖ നൽകൽ അത് ഏറെ ശ്രേഷ്ഠകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് സംഭാവനകൾ പരമാവധി നിങ്ങൾ നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി പെരുമാറട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി പെരുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങൾ റഹ്മാനായ റബ്ബ് മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സാമ്പത്തിക ഇടപാടുകളിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ, നിർഭയത്വത്തോടുകൂടി ഈ രാജ്യത്തിൽ ജീവിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹവും സന്തോഷവും സമൂഹത്തിൽ പൂർത്തിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൻ ഖരീബുൻ دعوات يا قاضي الخالات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات سبحان الذي سخر لنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.